നമസ്കാരം, എല്ലാവർക്കും ഹിൽടോപ്പ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഐറ്റമാണ് ഹിൽടോപ്പ് ജംബോ ഫലൂഡ. ജംബോ ഫലൂഡ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഫലൂഡയുടെ ഗ്ലാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി സാധനമാണ്, ഹെവി സാധനം. ഒറ്റയ്ക്കൊന്നും തിന്നു തീർക്കാൻ എന്തായാലും പറ്റൂല. അപ്പം നമ്മളെന്തായാലും ചെയ്യുമ്പോൾ അതുപോലെ വ്യത്യസ്തമായിരിക്കണല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ നേരെ പോയി നമുക്ക് ജംബോ ഫലൂഡ ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പൈനാപ്പിൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെറിയൊരു പരിപാടി ഉണ്ട്. കുറച്ച് കസ്കസ് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. നമ്മൾ സാധാ പച്ചവെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് കസ്കസ് ഇതിനകത്ത് ഇട്ട് വെച്ചാൽ മതി. കസ്കസ് എന്താണെന്ന് അറിയാത്തവർക്ക് നമ്മുടെ ഈ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഇടുന്ന ആ ഒരു ഇതാണ്. എന്താ പറയടാ എന്തെങ്കിലും വെട്ടതൊക്കെ ചോദിച്ചാൽ എന്ത് പറയാ. ഇത് ഈ ഒരു കറുത്ത കുരുവാണ്. ഇതിനകത്ത് ഇത് വെള്ളത്തിൽ ഇങ്ങനെ മുക്കി വയ്ക്കാം നമുക്ക് കുറച്ച് നേരം. അപ്പോൾ ഇതിങ്ങനെ വീർത്ത് വരും. ഇതിപ്പോൾ തന്നെ കണ്ടോ, അതിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ നൈസായിട്ട് ഇതായി തുടങ്ങിയിട്ടുണ്ട് അല്ലേ. കണ്ടോ വെള്ളം അതിനകത്തേക്ക് ശരിക്കും വെള്ളം അബ്സോർബ് ചെയ്ത് ഇതേ. എന്നിട്ട് കറക്റ്റ് നമ്മുടെ ഈ പാഷൻ ഫ്രൂട്ടിൻ്റെയൊക്കെ സീഡ് പോലെ ഇങ്ങനെ വീർത്ത് വരും. ഇത് കണ്ടോ. അപ്പോൾ ഇത് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിവിടെ വെച്ച് കഴിഞ്ഞാൽ തന്നെ വീർത്ത് വന്നോളും. നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം. അപ്പോൾ നമുക്ക് ഈ ഫുൾ പൈനാപ്പിളിൻ്റെ ആവശ്യമില്ല, ഹാഫ് കട്ട് ചെയ്തെടുക്കാം. പൂരിൻ്റെ താഴെ പോയാൽ. അപ്പോൾ ഇനി ഇവൻ്റെ തൊലിയൊക്കെ നമുക്കങ്ങോട്ട് എത്തിക്കളയാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിളിൻ്റെ കൂഞ്ഞൊക്കെ ചെത്തി മാറ്റിയിട്ടുണ്ട്. ഇതിനി കുനുകുനാന്ന് അരിഞ്ഞെടുക്കാം. എങ്ങനെ തീരെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം. ഇതൊരു ഒരുപാട് അങ്ങോട്ട് വലിയ പീസാക്കി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇറിറ്റേഷനായിരിക്കും. അത് കുഞ്ഞാക്കി ഇടാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതായത് കുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഷുഗർ സിറപ്പിനകത്തോട്ട് ഇട്ട് വെക്കാം കേട്ടോ. പഞ്ചസാര ചുമ്മാ വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്താണ്. അപ്പോൾ അതിലേക്ക് അങ്ങോട്ട് നമ്മുടെ പൈനാപ്പിൾ കട്ട് ചെയ്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് മാതള നാരങ്ങ, പൊമോഗ്രനേറ്റ്. അപ്പോൾ ഇവൻ്റെ അല്ലി നമുക്ക് അങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതിന് ഏറ്റവും എളുപ്പവഴി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കത്തിയും കൊണ്ട് തട്ടിക്കൊടുത്താൽ മതി. കണ്ടോ, തട്ടുമ്പോൾ കറക്റ്റ് ആ ഒരു സ്കിന്നിൽ ഇങ്ങനെ തട്ടിയാൽ മതി. ഒരുപാട് അങ്ങോട്ട് തല്ലി ചതയ്ക്കണ്ട. ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ കണ്ടോ ഇതുപോലെ അതിൻ്റെ അല്ലി മാത്രമായിട്ട് വീഴും. അടുത്തായിട്ട് നമുക്ക് നല്ല കിടിലൻ ആപ്പിൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആപ്പിൾ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കണം. ഈ ക്യാമറ എടുക്കാൻ പകുതി എടുത്തുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ക്യാമറ ഓഫ് ചെയ്യാൻ സമ്മതിക്കരുത്. ആപ്പിൾ നമുക്ക് ഇതേപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. നമ്മുടെ ആപ്പിളും ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പിനകത്ത് ഇട്ട് വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആപ്പിളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഫ്രഷ് ഫ്രൂട്ട്സ് മൊത്തം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആപ്പിൾ പാത്രം നിറഞ്ഞോ. അപ്പോൾ നമുക്കിനി ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് കട്ട് ചെയ്തെടുക്കണം. കുറച്ച് അത്തിപ്പഴമുണ്ട്, ഫിഗും അതുപോലെ തന്നെ കുറച്ച് ആപ്രിക്കോട്ടും ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കുരുവൊക്കെ കളഞ്ഞെടുക്കണം നമുക്ക്. അപ്പോൾ അത്തിപ്പഴം നമുക്കിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. എന്നാലേ അത് ഇടുമ്പോൾ ഉള്ളൊരു പഞ്ചുണ്ടാവുള്ളൂ. ഇനി നമ്മുടെ അടുത്ത ഐറ്റം ആപ്രിക്കോട്ടാണ്. ആപ്രിക്കോട്ട് ഇതേ കിട്ടിയുള്ളൂ ഇവിടെ. ഇങ്ങനത്തെ ഈ കുരുവില്ലാത്തത് വാങ്ങാൻ കിട്ടും. ഇതിപ്പോൾ നടുക്ക് കുരുവുള്ളതാണ്. ഇതപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അല്ലാതെ കുരുവില്ലാത്ത സാധനം വാങ്ങാൻ കിട്ടും ഇവിടെ. അത് നമ്മളിവിടെ നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണക്കി വെച്ചേക്കുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു കുരുവുണ്ട്. ഇപ്പോൾ എടുത്ത് കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ നല്ല ഹാർഡായിട്ടുള്ളൊരു കുരുവുണ്ട്. അപ്പോൾ ഇത് മാറ്റിയിട്ട് നമുക്കിത് കുഞ്ഞതാക്കണം. ഇതെല്ലാം കുരു ആദ്യം കളഞ്ഞെടുക്കാം.
അപ്പോൾ ഇതിന് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം കേട്ടോ. ഇതിങ്ങനെ മുഴുവൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ കുഞ്ഞു കുഞ്ഞു കഷ്ണമാക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ചെറുതായിട്ട് കടിക്കുമ്പോൾ ഒരു രസം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ആപ്രിക്കോട്ടും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവിധ കട്ടിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫലൂഡ അങ്ങോട്ട് സെറ്റ് ചെയ്താൽ മതി. ഇത് ഇവിടേക്ക് ഇരിക്കട്ടെ. അപ്പോൾ നമുക്കിനി നമ്മുടെ ഫലൂഡ അങ്ങോട്ട് സെറ്റ് ചെയ്ത് തുടങ്ങാം. 2 ഗ്ലാസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഗ്ലാസ് തന്നെ പറയാമല്ല. പിന്നെ അതുപോലെ ഫ്രൂട്ട്സ്, നമ്മൾ നേരത്തെ എടുത്ത ഫ്രൂട്ട്സുകൾ, ഡ്രൈ ഫ്രൂട്ട്സ്, ബദാം, അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഏറ്റവും ആദ്യം വേവിച്ച് വെച്ച സേമിയ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അടിയിൽ ഒരുപാട് വേണ്ട, കുറച്ച് സേമിയ ഇട്ട് കൊടുക്കാം. അപ്പോൾ രണ്ടിലും നമ്മൾ ഏറ്റവും അടിയിൽ സേമിയ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് സ്ട്രോബെറി സിറപ്പ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. രണ്ടിനകത്തും ഇതുപോലെ തന്നെ സ്ട്രോബെറി സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ചോക്കോസും കോൺഫ്ലെക്സും ഇട്ട് കൊടുക്കാം കേട്ടോ. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് ഇടാം. രണ്ടിലും ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഐസ്ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്. 3 ഫ്ലേവറാണ്, വാനില, സ്ട്രോബെറി, പിസ്ത കേട്ടോ. അപ്പം 3 നമുക്ക് ഓരോ സ്കൂപ്പ് ഇട്ട് കൊടുക്കാം. ആദ്യം വാനില എടുക്കാം. നല്ല കട്ടയായിട്ടിരിക്കുകയാണ് സാധനം. കുറച്ച് നേരം ഇവിടെ വെച്ചാൽ ഇത് മെൽറ്റ് ആയിക്കോളൂ. നമുക്ക് കറക്റ്റായിട്ട് എല്ലാം ഓരോ സ്കൂപ്പ് ഇടാം. ഈ ഐസ്ക്രീം സ്കൂപ്പ് ചെയ്യുമ്പം ഐസ്ക്രീം ഒരു സ്കൂപ്പ് എടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ മുക്കി നമുക്ക് കറക്റ്റായിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ രണ്ടാമത്തേൽ നമുക്ക് ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് പിസ്ത ഒരു സ്കൂപ്പ് എടുക്കാം. ഓ, ഇത് മെൽറ്റായി തുടങ്ങിയാടാ. അത് വെയിലല്ലേ. ഒരു സ്കൂപ്പ് പിസ്ത. അപ്പോൾ രണ്ടിലും നമ്മൾ ഓരോ സ്കൂപ്പ് പിസ്ത ഐസ്ക്രീമും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഒരു സ്കൂപ്പ് സ്ട്രോബെറി വീതം രണ്ടിലും ഇട്ട് കൊടുക്കാം. ഓ, ചൂടടിച്ചപ്പോഴത്തേനും സാധനം മെൽറ്റായി തുടങ്ങിയടാ. അതെ, കുറച്ച് കൂടുതലിനാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ രണ്ടാമത്തേലും സ്ട്രോബെറി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് നമുക്ക് കുറേശ്ശെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ആപ്പിള്, അടുത്തായിട്ട് കുറച്ച് പൊമോഗ്രനേറ്റ് ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് പൈനാപ്പിള്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനകത്ത് ഉള്ളത് ബദാമുണ്ട്, നമ്മുടെ മുന്തിരി ഉണ്ട്, കശുവണ്ടി ഉണ്ട്, കിസ്മിസ് ഉണ്ട്, പിന്നെന്ത് പറയുന്നത് ആപ്രിക്കോട്ടും അത്തിപ്പഴവും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് കസ്കസ് ഇട്ട് കൊടുക്കാം കേട്ടോ. കസ്കസിൻ്റെ ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ പാഷൻ ഫ്രൂട്ടിൻ്റെ ആ ഉള്ളിൽ ഇതുപോലെ ആവുമെന്ന്. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തേക്ക് അടുത്ത ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. വാ, നല്ല രസമുണ്ട് കാണാൻ, അടിപൊളി. രണ്ടിലും ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മുകളിൽ ഒരു ലെയർ സേമിയയും കൂടി ഇട്ട് കൊടുക്കാം. ഉണ്ടോ, കറക്റ്റായിട്ട് സേമിയ ഒരു ലെയർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ രണ്ടിലും നമുക്ക് അതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സിറപ്പ് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചോക്കോസും കോൺഫ്ലെക്സും ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് വീണ്ടും ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ആപ്പിൾ ഇട്ട് കൊടുക്കുക ആദ്യം. അടുത്തായിട്ട് നമ്മുടെ മാതള നാരങ്ങ, അടുത്ത നമ്മുടെ പൈനാപ്പിള്, നമ്മൾ എന്തിനല്ലടാ കുറയ്ക്കണേ? എന്തിനു കുറയ്ക്കുന്നത്? പിന്നല്ല, ഫുള്ള് ചെയ്യുമ്പോൾ പഞ്ചായിട്ട് ചെയ്യണം. ഇനി നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിൽ കൂടെ. ഇനി കുറേശ്ശെ കസ്കസ് കൂടി ഇട്ട് കൊടുക്കുക എല്ലായിടത്തും. കസ്കസ് വരുമ്പോൾ നല്ല രസമുണ്ട് ഇല്ലടാ. അതെ. ഇനി നമുക്ക് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഐസ്ക്രീമൊക്കെ നമ്മുടെ അലിഞ്ഞു തുടങ്ങി. ഇനി 2 സ്കൂപ്പ് ചെയ്തിടുന്നുണ്ട് കേട്ടോ.
ഇനി ഓരോ സ്കൂപ്പ് സ്ട്രോബെറി ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഓരോ സ്കൂപ്പല്ല, ഈ 2 സ്കൂപ്പ്. ഐസ്ക്രീമൊക്കെ പയ്യെ പയ്യെ അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചൂടുവെള്ളമൊക്കെ എടുത്ത് കൊണ്ടുവച്ച് അതിൽ മുക്കിയിട്ടാണ് സ്കൂപ്പ് ചെയ്തെടുക്കുന്നത്. അടുത്തായിട്ട് പിസ്തയൊക്കെ ശരിക്കും മെൽറ്റായി തുടങ്ങി. സാരമില്ല, മെൽറ്റായാലും കഴിക്കുമ്പോൾ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഐസ്ക്രീം കൊണ്ട് തന്നെ നിറഞ്ഞോടാ. അതെ. കുറച്ച് ചോക്കോസും കോൺഫ്ലെക്സും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ചെറി അവിടെ എവിടെയായിട്ട് ഇട്ട് കൊടുക്കാം. ചുമ്മാ ഇരിക്കട്ടെ ഒരു അലങ്കാരത്തിന്. നമുക്കിതിൻ്റെ മുകളിൽ അങ്ങോട്ട് വെക്കാം. ഇനി നമുക്ക് കുറച്ച് പെർക്ക് ഇതിനകത്തേക്ക് കുത്തി നിർത്താം. അത് മറിഞ്ഞു വീഴും കുറച്ച് കഴിയുമ്പോൾ, പക്ഷെ എന്നാലും ഇപ്പം നമുക്കങ്ങനെ നിർത്താം. അപ്പം ഗ്യാപ്പ് ഉള്ളിടത്തേക്ക് അങ്ങോട്ട് കുത്തി നിർത്താം. ഇതൊക്കെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി കേട്ടോ. അപ്പം നമ്മുടെ പെർക്കും കൂടെ കുത്തി നിർത്തിയപ്പോൾ ഉള്ളിൽ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഗാർണിഷിങ് കഴിഞ്ഞിട്ടില്ല. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് M&M ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇതുപോലത്തെ സാധനമാണ്. എന്താടാ? ജെംസ് പോലത്തെ വേറൊരു ഐറ്റമാണ്. ഇത് നമുക്ക് കുറേശ്ശെ അങ്ങോട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് താന്ന് പോകാനുള്ളടാ. കളർഫുള്ളായില്ലേ മൊത്തം? അടിപൊളിയായി. ഇനി കുറച്ച് ചോക്ലേറ്റ് സിറപ്പും അത് സ്ട്രോബെറി സിറപ്പൊക്കെ നമുക്ക് മണ്ടയിൽ ഇങ്ങനെ ജസ്റ്റ് ഗാർണിഷായിട്ട് ഒഴിക്കാം. കാറ്റടിച്ചിട്ടേ. അപ്പോൾ നമ്മുടെ കിഡിലൻ ഹിൽടോപ്പ് ജംബോ ഫലൂഡ നമ്മൾ റെഡിയാക്കിയേക്കാണ്. ഇതനിപ്പോൾ നമുക്ക് കൊണ്ട് കഴിച്ചാലോ? ഇത് ഒരെണ്ണം തന്നെ എടുത്ത് പൊക്കാൻ പറ്റില്ലല്ലോ. അതെ. ഹെവി. പഞ്ച് സാധനം. ഇത് പിടിച്ചോണ്ടാൻ പറ്റില്ലെന്ന്. ഒരെണ്ണം തന്നെ ഒരു 5 കിലോ ഉണ്ടെന്ന് തോന്നുന്നു. അതാണ് ജംബോ. അപ്പോൾ നമ്മുടെ ഹിൽടോപ്പ് ജംബോ ഫലൂഡയൊക്കെ നമ്മൾ റെഡിയാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിങ്ങനെ എടുത്ത് പോക്കണേ തന്നെ നല്ല പാടാട്ടോ. അതുപോലെ വെയിറ്റാണ്. അപ്പോൾ ഇത് മെൽറ്റായി താഴത്തേക്കൊക്കെ വരാൻ തുടങ്ങി. ഐസ്ക്രീം അല്ലേ, അപ്പോൾ പറഞ്ഞാൽ ആ ഒരു ചൂടൊക്കെ ആകുമ്പോഴത്തേനും മെൽറ്റായി വരാൻ തുടങ്ങി. ടെമ്പറേച്ചറൊക്കെ വ്യത്യാസമായല്ലോ. ഇതപ്പോൾ എന്നാൽ കഴിച്ച് നോക്കാം നമുക്ക്. സ്പൂൺ ഇത് പോരാന്നാണ് കേട്ടോ എനിക്ക് തോന്നണേ. എന്നാലും നമ്മൾ വിടുവോ? ഓ മോനെ, ഇങ്ങനെ അങ്ങോട്ട് കോരി എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോട്ടോ. എന്നാ ഇനി ഞാൻ ടേസ്റ്റ് ചെയ്യാം. എൻ്റെ മോനെ, നമ്മൾ ഇതിന് എന്തിനാടാ വർണ്ണിക്കണേ? ഇതെന്താണ്? പെർക്ക് പെറുക്കി തിന്നണം. പെർക്കിനകത്തേക്ക് ഫലൂടെ ലേശം കോരിയിടാം. എൻ്റെ മോനെ, ഇതൊന്നും മൊത്തം ആരും കഴിക്കില്ലടാ. നമ്മുടെ ഐസ്ക്രീമും എല്ലാം ശരിക്കും ആ കട്ടയായിട്ടിരിക്കുന്നതിനും നല്ലത് കുറച്ചൊന്ന് മെൽറ്റായിട്ട് കഴിക്കുന്ന. ഒരു ചലഞ്ച് തരട്ടെ? ഇത് കഴിച്ചു ചെയ്താൽ 10,000 രൂപ തരുമോ? ഉറപ്പായിട്ടും. എനിക്ക് കഴിച്ചു തീർക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത്. പറ്റിയാണെങ്കിൽ നീ ചെയ്തോ? എനിക്ക് പറ്റില്ല. 10,000 രൂപ ഇപ്പം തരും. എനിക്ക് വേണ്ട. പിന്നെ എടുത്തോണ്ട് പോകേണ്ടി വരും. എന്നാ ഹെവി സാധനമാണോ? പെർക്ക് ഇഷ്ടമുള്ളവരുണ്ടോ? പെർക്ക്, കിറ്റ്കാറ്റ്, മഞ്ച്, ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ഇട്ടോട്ടോ. എനിക്ക് പെട്ടെന്ന് പെർക്ക് കണ്ടപ്പോൾ അത് എടുക്കാൻ തോന്നി അല്ലേ? അതെ. ആ സേമിയ കിട്ടില്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരു എന്താ പറയുക, നമ്മളാ സിറപ്പൊക്കെ ഒഴിച്ച് സെറ്റാക്കിക്കൊണ്ട് അതെ വൺ സെറ്റപ്പ്. എടാ ഇങ്ങനത്തെ ഫലൂടെ ഷോപ്പിൽ കൊടുക്കുകയാണെങ്കിൽ എത്ര രൂപയ്ക്ക് കൊടുക്കേണ്ടി വരും?
$1000 രൂപയെങ്കിലും. അത് എത്ര പേർക്ക് കൊടുക്കും? അതെ അതെ, ഒരെണ്ണം ഇപ്പം മറിഞ്ഞു പോയനെ. ഒരെണ്ണം ഞാൻ കഴിച്ചിട്ടേ ഇല്ല കേട്ടോ. എന്നാ ഫുള്ളായിട്ട് എടുത്തു. എന്നാ കൈ കഴിച്ചു. എടുത്തോട്ടോ, ഞാൻ ഇവിടെ വെച്ചേക്കാം. ഓ, അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ ഫലൂഡ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? കണ്ടിട്ട് ഇതിൻ്റെ അഭിപ്രായം എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റായിട്ട് ഇടണേ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഒരു ലൈക്കിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തും. നമുക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതിനുള്ളൊരു ഇതാണല്ലോ. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഹിൽടോപ്പ് കിച്ചൺ ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്തേക്കുക. 10,000 ഫോളോവേഴ്സ് ഇപ്പോൾ നമുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ പവർ ഒന്നും കൂടെ നമുക്ക് കൂട്ടണ്ടേ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഇതിലും മനോഹരമായിട്ടുള്ള നല്ല കിടിലം വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പീസ്.